ഈ ഐതിഹ്യത്തിന് കുപ്പുവാരി അത് കത്തുന്ന അഗ്നിയിലേക്ക് എറിയാണ്. അതൊരു ചടങ്ങാണ്, ഭക്തരുടെ വിശ്വാസമാണ്. ഉപ്പിന് എറിയുക, അതുകൊണ്ട് വടിക്കടിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്ന ചടങ്ങ്. വടിക്കടിച്ച് അത് അടിക്കുന്ന ദൃശ്യങ്ങളാണ്. ഓലക്കമ്പത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത്. ഇതാണ് ഓലക്കമ്പം. കൊല്ലൂർവിള ക്ഷേത്രത്തിലെ അമ്മയുടെ മുറ്റത്ത് കാണുന്ന കാഴ്ച ഐതിഹ്യപരമായിട്ടുള്ള ഓലക്കമ്പം സാക്ഷിയാവുന്ന. വടിക്കടിച്ച് അത് ഇളക്കും. അതേപോലെ തന്നെ ഉപ്പുകൾ വാരി പട്ടരെറിഞ്ഞു കഴിഞ്ഞു. ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. നാല് ചുറ്റും പട്ടര് ഉപ്പ് വാരി എറിഞ്ഞ് അജണ്ട പൂർണ്ണമാക്കിയിരിക്കുന്നു. ഓലക്കമ്പം ഒരുപക്ഷെ ഓലക്കമ്പം കത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത്. വടിക്കടിക്കുന്ന ദൃശ്യങ്ങളാണ്, അതിൻ്റെ ഒരു ചടങ്ങാണ്. വടിക്കടിക്കുക, ഉപ്പ് വാരി എറിയുക, ഇതൊക്കെ അതിൻ്റെ ഒരു അജണ്ടയാണ് നമുക്കിപ്പോൾ കാണുന്നത്. ആ ദൃശ്യങ്ങൾ എല്ലാവരും നമുക്ക് ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരെല്ലാം മാറി നിൽക്കുകയാണ്. അങ്ങനെ നിരവധി ഭക്തരെ ഇത് കാഴ്ചയായി തന്നെ ഒരു അജണ്ടയുടെ ഭാഗമായി കാഴ്ച തന്നെ നമുക്കിപ്പോൾ കാണാം. ദൃശ്യങ്ങളിൽ നമുക്ക് നല്ല വെട്ടമുണ്ട്, തീയുടെ വെട്ടമുണ്ടാണ്ട് എല്ലാ ഭാഗങ്ങളും നിൽക്കുന്ന ഭക്തരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ കാഴ്ചയാണ് അമ്മയുടെ ഒരു അജണ്ട. അതുകൊണ്ട് വടിക്കടിക്കുന്നു, അതൊരു അജണ്ടയാണ്. ഉപ്പുകൾ വാരി എറിയുക, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ ഭാരവാഹിയുടെ നിന്നും അവർ നമുക്ക് പങ്കുവച്ചതാണ്. വാരികളുടെ ഉപ്പെറിയുന്ന രംഗമാണ്. പാക്കറ്റ് പോലെ ഉപ്പെടുത്തെറിയുന്ന ദൃശ്യങ്ങൾ കാണാം. നമുക്കൊരു പാക്കറ്റ് നിറച്ച ഉപ്പുകളാണ് ഇപ്പോൾ അടിക്കുന്നതും അടിച്ച് കിടക്കുന്നതാണ്ട. കാണുന്ന എല്ലാം ഇതിൻ്റെ ഒരു അജണ്ടയാണ്, ഒരു കർമ്മമാണ്, ഐതിഹ്യമാണ്. കൊല്ലൂർവിള ദേവീക്ഷേത്രത്തിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവർ ഇപ്പോൾ കാണുന്നെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന്. നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്, നല്ല രീതിയിലുള്ള ചൂടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഒന്ന് അകലെ പോകാം. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ നേരം ഇവിടെ നല്ല ചൂട് കൊള്ളാൻ പറ്റുക, നല്ല തീയുടെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളാണ് ഇപ്പോൾ. അത് മിക്കവാറും അത് മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ചിലപ്പോൾ കാണാം. അതിനകത്തുള്ളിൽ അടയ്ക്കാമരമാണ്. അതിനുള്ളിൽ അടയ്ക്കാമരമാണ്. അടയ്ക്കയുടെ പുറത്താണ് ഓല പൊതിഞ്ഞിരിക്കുന്നത്. കൊല്ലൂർവിള ദേവീക്ഷേത്രത്തിലെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഓലക്കമ്പ എന്ന കമ്പമാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ സാക്ഷിയായത്. ഇപ്പോൾ കൊല്ലൂർവിള ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിന്നും അമ്പല ഭാരവാഹികളും എല്ലാവരും ചേർന്ന് ആ അജണ്ട ഇപ്പോൾ ഇവിടെ പൂർണ്ണമാക്കിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത്. അമ്മയുടെ ഒരു ഐതിഹ്യപരമായിട്ടുള്ള എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണുന്നത്.
ദൃശ്യങ്ങളാണിപ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ഭാഗമായി മാറി മൊത്തത്തിൽ കത്തിത്തീരുന്ന അത് മറിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യങ്ങളെ പ്രിയപ്പെട്ടവർ കാണാൻ മറിയുന്ന ദൃശ്യങ്ങളെ കാണാം നമുക്ക് ുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാ വർഷവും നടന്നു വരുന്ന ചടങ്ങ്. ഓലക്കമ്പത്തിൻ്റെ ചടങ്ങ് വരുന്നു. അപ്പോൾ നമുക്കും ഇവിടെ ഭക്തരെല്ലാം ചെരുപ്പൂരി ഇട്ടേക്കുന്നത്, നമുക്ക് ചെരുപ്പൂരി ഇടാം. അപ്പം അമ്മയുടെ ആ വിളക്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ പന്തം കത്തിച്ച് വരുന്ന ഐതിഹ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അമ്പല ഭാരവാഹികളെല്ലാം വളരെ ദൈവീകരമായിട്ടും ഇവിടുത്തെ നാട്ടുകാരും ഭക്തരും ഒക്കെ നമുക്ക് കാണാം. ഓലക്കമ്പമാണ് നമുക്ക് അജണ്ട, ആ ദേവിയുടെ അജണ്ട മാറ്റ്. അതിൻ്റെ ആദ്യമായൊരു ചടങ്ങാണ് നമ്മളെ കൊല്ലൂർ വിള ഭരണിക്കാവ് ക്ഷേത്രത്തിൽ കാണുന്ന ആ എടുപ്പിൻ്റെ ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എത്തിക്കുന്നത്. ആ ചടങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് ഇതാണ് ദേവിയുടെ ഐതിഹ്യം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം കൊല്ലൂർ വിള ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ അവരുടെ ദേഹത്ത് തട്ടുന്നത്, സ്ത്രീകളുടെ ദേഹത്ത് തട്ടുന്നതും ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കാണാം നമുക്ക് ഐതിഹ്യത്തിൻ്റെ ദേവിയുടെ വിശ്വാസം അല്ലെ സമർപ്പിക്കുന്ന ആ വിശ്വാസികളുടെ എല്ലാ വർഷവും നടന്നു വരുന്ന ആ വിശ്വാസമാണ് നമുക്കിപ്പോൾ സമർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. അപ്പം ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി പാകുന്ന ആ ചടങ്ങ് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ മാറില്ല അങ്ങനെ നിൽക്കട്ടെ, കയറങ്ങനെ നിൽക്കട്ടെ, ആ പാട്ടം പിടിച്ചേക്കട്ടെ, അവിടെ താങ്ങോട് മണ്ണിടാനുള്ള പരിപാടി നോക്കട്ടെ. അങ്ങനെ അതിൻ്റെ ക്ഷേത്രത്തിലെ കൊല്ലൂർ വിള ക്ഷേത്രത്തിലെ ഐതിഹ്യപരമായിട്ടുള്ള ഓലക്കമ്പം എന്ന ആ ചടങ്ങാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത്. ചെറിയ ഒരു എടുത്തതിൽ കയഡ് എൻ്റെ കോട്ടം പിടിക്കുമ്പോൾ ഒന്ന് സൈഡിലോട്ട് മറിഞ്ഞതിലാണ്. അപ്പോൾ അത് നേരെ കൊണ്ട് വെക്കാൻ പറ്റാതെ പോയത്. അതാണ് നമുക്ക് ഒരിടത്ത് കത്തിച്ചിട്ട് പോടാ, ഇത് തേമ്പി പോകാതെ അല്ലെ ഇപ്പുറത്ത് കൂടെ വന്ന് കത്തിരാടാ ബിജു, ഇവിടെ കൂടെ വന്ന് കത്തിരാ. ശില്പി